ഇവിടെ എന്തായിരുന്നു ഡൗട്ട് പറഞ്ഞ? സെക്ഷൻ 2. സെക്ഷൻ 2 എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ റിവൈസ് ചെയ്തതല്ലേ? നമ്മൾ പഠിച്ചതാണ്. ഇത് ഇന്നലെ കൂടെ നമ്മൾ റിവൈസ് ചെയ്തതല്ലേ? ഞാൻ പഠിപ്പിച്ചതല്ലേ ക്ലാസ്സിൽ? ഞാൻ പഠിപ്പിച്ചത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ പേപ്പർ ഈസി ആയിരിക്കും. നല്ല മാർക്ക് എല്ലാവരും വാങ്ങിക്കണം. ആരും ഇതിൽ ഫെയിൽ ആവാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഒന്ന് ഓർത്ത് നോക്കൂ, നമ്മൾ ക്ലാസ്സിൽ എടുത്തതാണ്. അതന്നെ എഴുതി നോക്കൂ. കഴിഞ്ഞോ? അല്ല, ലിസൺ സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓരോ ചോദ്യം എഴുതുന്നതിന് മുന്നേ ചോദ്യ പേപ്പർ നന്നായിട്ട് വായിച്ചു നോക്കണമെന്ന്. അതായത് ക്വസ്റ്റ്യൻസ് നിങ്ങളെല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കണം. ചിലർ ചോദ്യം നേരെ വായിച്ചു നോക്കാതെ ഉത്തരം എഴുതുന്നുണ്ട്. റോങ് ആൻസർ എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് തരാൻ പറ്റില്ല. ഓക്കെ, ഐ റിപ്പീറ്റ്, റീഡ് യുവർ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. ഓക്കെ, എന്താ കഴിഞ്ഞോ? ഈ പേപ്പർ തൻ്റെ എഴുതി കഴിഞ്ഞു എന്നാ പറയുന്നത്? ഇത്രയും പിള്ളേരുടെ ഒന്നും എഴുതി കഴിഞ്ഞില്ല, തൻ്റെ കഴിഞ്ഞു. അത്രയ്ക്ക് ഈസിയാണോ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു പേപ്പർ? എനിക്ക് അത്ര വേഗം എഴുതാൻ പറ്റിയോ? ഓക്കെ, എന്നാൽ പേപ്പർ തന്നോ? ഞാൻ നോക്കണോ? കഴിഞ്ഞെന്നല്ലേ പറഞ്ഞു? ഞാൻ നോക്കാൻ തന്നേക്കൂ. ഇവിടെ ഇരുന്ന് നോക്കണോ? തനിക്ക് ഉറപ്പുണ്ടോ ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ താൻ പാസ്സാവുന്ന? അല്ല, ഇത്രയും പേര് കഷ്ടപ്പെട്ടിരുന്നിട്ട് ആലോചിച്ചിരുന്ന് എഴുതുന്നുണ്ട്, താൻ എത്രയോ വേഗം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. സോ ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നോക്കട്ടെ. എന്തേ ഇപ്പം എവിടെന്നെങ്കിലും ഓർമ്മ വന്നോ? എന്തു പറ്റി? ഇപ്പം എവിടുന്ന ഡൗട്ട് വന്നത്? അല്ല, ഞാൻ നോക്കാം. തന്നോളൂ. ഡൗട്ടോ? ആർക്കാ ഡൗട്ട്? ഈ ക്വസ്റ്റ്യനോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19. ഇതൊക്കെ നമ്മൾ എത്ര വട്ടം ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ ഒരു വട്ടം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. നമ്മളിത് ഒരുപാട് തവണ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്തതാണ്. ഇതാ പോയമിൽ എങ്ങനെയാണ് കവി പുലരിയെ ഉപമിക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചു, 4th ചാപ്റ്ററാണ്. അങ്ങനെ ചിന്തിച്ച് നോക്കൂ, എങ്ങനെയാണ് അതിൽ കവി പുലരിയെ ഉപമിക്കുന്നത്. അതേ ആൻസറാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ പേപ്പറിലാണ് എഴുതേണ്ടത്. ഓക്കെ, അത് പേപ്പറിൽ എഴുതൂ. ഇതാണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ സ്റ്റുഡൻസ്, ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസ് നേരെ വായിച്ചു നോക്കി ഉത്തരം എഴുതണമെന്ന്. നിങ്ങൾ ഞാൻ പറഞ്ഞു തന്ന നമ്മൾ ക്ലാസ്സിൽ എടുത്ത് ഡിസ്കസ് ചെയ്തതിൻ്റെ ആൻസറാണ് എഴുതേണ്ടത്. അല്ലാതെ ട്യൂഷൻ ഗൈഡ് അത് ഇതെന്നും പറഞ്ഞ് വല്ലയിടത്തുനിന്നും കിട്ടിയ ആൻസർ എൻ്റെ ക്വസ്റ്റ്യനിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാർക്ക് തരില്ല. ഞാൻ എന്താണോ പഠിപ്പിച്ചത് അതാണ് അതിൽ ആൻസറായിട്ട് വേണ്ടത്. ഓക്കെ, ടൈം അപ്പ്. മതി എഴുതിയത്. എല്ലാവരും പേപ്പർ ടൈ ചെയ്ത് തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു പേപ്പർ? ഓക്കെ, ഈസി ആയിരുന്നോ? തന്നു മതി എഴുതിയിട്ടെടുത്തോ. നിങ്ങളുടെ ഒരു ഭാഗ്യല്ലേ, എക്സാമിന് ഞാൻ തന്നെ ഇൻവിജിലേറ്ററായിട്ടൊക്കെ വന്നത് കൊണ്ട്. സുഖമായില്ലേ നിങ്ങൾക്ക്? സന്തോഷമായില്ലേ എല്ലാവർക്കും? അപ്പം ഞാനിനി ഈ പേപ്പറുകളെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് തരാം.